നമസ്കാരം. ഇന്നൊരു വീഡിയോ കണ്ടു. ആ സമയത്ത് എനിക്ക് തോന്നി അതൊന്ന് ശാസ്ത്രീയമായിട്ട് വിവരിക്കണമെന്ന്. അതായത് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഒരാൾക്ക് ആ നിമിഷം മുതൽ ജീവിതം വഴിമാറി എന്നുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വഴിമാറ്റം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ ആളുകൾക്കും ആകസ്മികമായി തന്നെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള എല്ലാവരിലും വളരെ കാലമായിട്ട് ഒരു മാറ്റത്തിനുള്ള ശക്തമായ ആഗ്രഹം നിലനിന്നിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മയുടെ മടിയിൽ കിടക്കുന്ന കാലം മുതൽ അത്തരം പുരാണങ്ങളിലെ കഥകളൊക്കെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. മഹർഷിമാരുടെ അത്ഭുത സിദ്ധികൾ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം ആ ഒരു ആഗ്രഹം, ആ ഒരു ചിന്ത സകല മനുഷ്യരും അന്യരല്ല, ആരും അന്യരല്ല എന്നുള്ളൊരു അത്തരം തോന്നലുകളൊക്കെ വളർന്നു വന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് ആത്മീയ അനുഭവങ്ങളിലൂടെ, അതിശയകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഞാനതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. അങ്ങനെ ഈ അമ്പലക്കുളത്തിൽ കുളിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ എന്ന പരിശീലന പദ്ധതിയിൽ ഒരു ധ്യാനം ചെയ്യിക്കാറുണ്ട്. പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ ഇടയ്ക്കുള്ളൊരു സമയത്തിൽ, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയാം, ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് നമ്മൾ തുള്ളി തുള്ളിയായി വെള്ളം വീഴുന്ന ഒരു ഷവറിൻ്റെ ചോട്ടിൽ, അധികമായിട്ട് വീഴരുത്, എന്നാൽ അത് മൂർധാവിൽ വീഴുന്നത് നമ്മൾ അറിയുകയും വേണം. അങ്ങനെ ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പദ്ധതി നമ്മുടെ ഈ പരിശീലന പദ്ധതിയിലുണ്ട്. ഇത് വളരെയധികം പെട്ടെന്ന് നമുക്ക് ആത്മീയോന്നതി ഉണ്ടാവാനും നമ്മുടെ ആജ്ഞാചക്രത്തെ ഉണർത്താനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. ഇത് തന്നെയല്ലേ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു ക്ഷേത്രക്കുളത്തിൽ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. ക്ഷേത്രക്കുളം എന്ന് പറയുമ്പോൾ അത് പുഴ പോലെയോ അല്ലെങ്കിൽ കിണറിലെ വെള്ളം പോലെയോ അല്ല. അവിടെ മുങ്ങുന്ന ഓരോ ആളും ദൈവവിചാരത്തോടെയാണ് മുങ്ങുന്നത്. അതിൻ്റെ ശാസ്ത്രീയത ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈശ്വര വിചാരത്തോടെ, നല്ല പ്രാർത്ഥനയോടെയാണ് ഒരു ക്ഷേത്രക്കുളത്തിൽ പോയിട്ട് ആളുകൾ മുങ്ങുന്നത്. ആ വെള്ളം പരമാവധി അശുദ്ധമാവാത്ത വിധത്തിലാണ് മുങ്ങി കുളിച്ച് വരികയും ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ക്രിസ്റ്റലുകൾക്ക് ഒരു പ്രത്യേകത നമ്മളെല്ലാവരും കേട്ടിരിക്കും. നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് അതിന് ഊർജത്തെ മാറ്റാനും ഉണ്ടാക്കാനും ഒക്കെ കഴിയും. അതിൻ്റെ ക്രിസ്റ്റലുകൾക്ക് രൂപം മാറും. അത് ഔഷധമാണെന്ന് കരുതി നമ്മൾ കുടിച്ചാൽ അത് നമുക്ക് ആവശ്യമുള്ള ഔഷധമായി മാറും. വെറും പച്ചവെള്ളം കൊണ്ട് മാത്രം മഹാരോഗങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ ഹീലിങ്ങിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഏത് ആവശ്യങ്ങൾ സാധിക്കാനും പച്ചവെള്ളം മതി. ഇത് അന്ധവിശ്വാസമൊന്നുമല്ല. അത് നിങ്ങൾ അനുഭവത്തിൽ വരുമ്പോൾ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഈ വെള്ളത്തിൽ ഒരുപാട് നല്ല ശുദ്ധാത്മാക്കൾ മുങ്ങി പ്രാർത്ഥനയോടെ കുളിച്ച് വരികയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ക്രിസ്റ്റലുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു രൂപമാറ്റം, അതിനനുസരിച്ചുള്ള ഒരു ഊർജ സ്രോതസ് അതിലുണ്ടാവും. ഒരു മഹാൻ അതിശക്തനായ ആത്മീയ ശക്തിയുള്ള ഒരു വ്യക്തി കുളിച്ച് ആ വെള്ളത്തിൽ പോയി നമ്മൾ കുളിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. ഈ വിധത്തിൽ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നത് അതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക കൂടി വേണം. അങ്ങനെ ഉള്ള ഒരു കുളി തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത് പഞ്ചഭൂതങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മോട് സംസാരിക്കാൻ പറ്റുന്നത് വെള്ളത്തിലൂടെയാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള 80% വെള്ളമാണ്. ആ വെള്ളത്തിൽ തന്നെ പൂർണ്ണമായും ശൂന്യതയാണുള്ളത്. 99% ശൂന്യമാണ്. അപ്പം നമ്മളൊരു ആകാശവുമായിട്ടും വെള്ളവുമായിട്ടും നമുക്ക് ഏറ്റവും അടുപ്പമുണ്ട്. ഇതിൽ വെള്ളത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ കോശങ്ങളെ മാറ്റിമറിക്കാനും ചിന്തകളെ മാറ്റിമറിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു വസ്തുത ഒന്ന് ശാസ്ത്രീയമായി പഠിച്ചാൽ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇതേ വിചാരത്തോടെ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ മൂർധാവിൽ വീഴുന്ന വെള്ളത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട്, തൻ്റെ ശ്വാസത്തിലും ശ്രദ്ധിച്ചുകൊണ്ട്, തൻ്റെ പഞ്ചഭൂതങ്ങളെ ഉള്ളിലേക്ക് മടക്കി
അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വിവരണം ഈ എൻ്റെ ആത്മീയ സാധനയിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കടന്നുപോയ അറിവുകളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരു പുസ്തകം ഇപ്പോൾ എഴുതി പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ജനുവരി ആദ്യവാരം അത് കിട്ടുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ കൂടുതൽ അറിയാനും ആ വഴികളെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുള്ളവർ ഇവിടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പണം അയക്കാം. ആദ്യത്തെ കോപ്പി ഞാൻ അങ്ങനെ അയക്കുന്നവർക്കായിട്ട് അയച്ചു തരും. അതൊരു വിലപ്പെട്ട ഗ്രന്ഥം തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം ആത്മീയതയെ അന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഓരോന്നും ഏതേത് വഴിക്ക് സംഭവിക്കുന്നു എന്നുള്ളത് വിവരിക്കാനാണ് ഞാനതിൽ പ്രധാനമായും ശ്രമിച്ചത്. ഒട്ടേറെ ഗുരുക്കന്മാരുടെ വീക്ഷണങ്ങളും അതിൽ എൻ്റെ ഇൻ്റർപ്രട്ടേഷനും എല്ലാം ചേർത്തിട്ടാണ്. അത് നിങ്ങൾക്ക് ഒരു വിലപ്പെട്ട നിധിയായിട്ട് തന്നെ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമസ്തേ.